ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ മക്കളെ ഒരു കള്ളനെ പോലെ സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറി വരാൻ നാണമില്ലേടാ നിനക്ക്? ഈ കുടുംബത്തിലെ പെണ്ണുങ്ങൾ താമസിക്കണം. കുട്ടികളും പ്രാരാബ്ദങ്ങളും കുഞ്ഞൂട്ടി പരാധീനതകളും ഒക്കെ ഉള്ള ആളാണ് നീ എന്ന് വരുത്തി തീർത്താലേ നമ്മുടെ ബിസിനസ് ഇവിടെ സ്മൂത്തായിട്ട് നടത്താൻ പറ്റൂ. നിന്റെ നേരെ പോലീസിന്റെ നോട്ടം വരാതിരിക്കാനും ഇവരിവിടെ ഉണ്ടാവുന്നത് നല്ലതാ. അതുകൊണ്ട് അവളെയും കുട്ടിയും പറഞ്ഞു വിടരുത്. ഇവിടെ നിൽക്കട്ടെ. ഇത് അവക്കും കൊച്ചിനു വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്, നിനക്ക് വേണ്ടിയാ. ചെന്ന് അവളെ തടയേ. എന്നിട്ട് ഹോസ്പിറ്റലിലോ അമ്പലത്തിലോ എവിടെയാന്ന് വെച്ചാ അവളെ കൊണ്ടുപോ. രോഹിത്തെ, ചെന്ന് അവളെ തടയാൻ. ആ പറ ചിറ്റപ്പാ. ശാലിനി കമലിനെ ജാമ്യത്തിൽ ഇറങ്ങി. ഓ, അവളപ്പം നമുക്കെതിരെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി സൂക്ഷിക്കണം. ഒരിക്കൽ ചവിട്ടേറ്റ നാഗം നരകം കാണിക്കാൻ ശ്രമിക്കും. ഇനി അങ്ങോട്ട് നന്നായി അറിഞ്ഞു തന്നെ നിൽക്കണം. നാളെ പിള്ള വരുമ്പോ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ കുറച്ച് മൈദ കൂടി വാങ്ങിക്കാൻ പറയണേ. അത് ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് സത്യാമ്മേ. ഓ ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ? ചുമ്മാ ഇരുന്നിട്ടേ വല്ലാത്തൊരു ബോറടി. അത് മാറ്റാനൊരു വഴിയുണ്ട്. എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നാ മതിയല്ലോ. പൊന്നി, കുറച്ച് ചിപ്സ് എടുത്ത് പാത്രത്തിലിട്ട് രാഘവേട്ടന് കൊടുക്ക്. അത് കഴിച്ചുകൊണ്ടിരിക്കട്ടെ. വേണ്ട, പിന്നെ ചെറിയ കുട്ടിയല്ലേ കുറച്ചുകൊണ്ടിരിക്കാൻ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സത്യാമ്മേ. ഓ അവിടെ നിന്നേ. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ പൈസ കൂടി ഉണ്ടേ. ഇവര് രണ്ടുപേരും ഉള്ളതുകൊണ്ടാ എനിക്ക് ഇതിങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നേ. ഒരു മകനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആവശ്യ സമയത്ത് ഉപകരിക്കണ്ടേ? അതെങ്ങനെ കേസും കൂട്ടവും കഴിഞ്ഞ് അവന് അമ്മ അച്ഛനെ സഹായിക്കാൻ സമയം കിട്ടില്ലല്ലോ. അവനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് സഹായിക്കാൻ നോക്കിയപ്പോഴൊക്കെ നീ എതിർക്കുമായിരുന്നല്ലോ. ശാന്തിച്ചി നാളെ നേരത്തെ വരുമല്ലോ അല്ലേ? വരും. അവന്റെ ഒരു സഹായം വേണ്ടെന്നല്ലേ പറഞ്ഞത്? തള്ളമാരാണെ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ അവരുടെ ഉള്ളിലുള്ള ഒരു വിഷമം കൊണ്ടാ. രാഘവ സാറേ, രാഘവ സാറേ. സുബേറിന് ശബ്ദമില്ലേ അത്? രാഘവ സാറേ. അല്ല, ഇതാര് സുബേറാ? കുറച്ച് ദിവസമായാലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഓരോരോ തിരക്കുകളായിരുന്നു. അതറിയാലോ. വാ കേറിയിരിക്ക്, വാ. അയ്യോ വേണ്ട, ഞാനിപ്പോ വന്നതേ ഒരാൾ എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും കാണാനാ. ഞാൻ വിളിക്കാം. വിഷ്ണു, മക്കളെ ഒരു കള്ളനെ പോലെ സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറി വരാൻ നാണമില്ലേടാ നിനക്ക്?
ഭാമേ, എനിക്ക് കാണണ്ട നിന്നെ, ഇറങ്ങിപ്പോ. ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചിട്ട് ഈ വീട്ടുമുറ്റത്തേക്ക് വരുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്ന. പക്ഷെ എനിക്ക് എന്റെ അച്ഛനൊന്ന് കാണണം തോന്നി. അച്ഛൻ എന്തു പറ്റി? എന്റെ അറിവിൽ രാഘവേട്ടന് ഒരു കുഴപ്പമില്ല. ഇനി നീയായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അതല്ല, അച്ഛനെന്തോ കുഴപ്പമുണ്ട്. എനിക്കെന്ത് കുഴപ്പമുള്ളേ? അല്ല, കഴിഞ്ഞ ദിവസം രാത്രി വഴിയിൽ വെച്ച് അച്ഛനെ ഞാൻ കണ്ടുമുട്ടിയത് ഓർമ്മയില്ലേ? പപ്പി അച്ഛനെ രക്ഷപ്പെടുത്തിയ ദിവസം. അന്ന് എനിക്ക് അച്ഛനോട് ചോദിക്കാൻ പറ്റിയില്ല അച്ഛൻ എങ്ങനെ അവിടെ എത്തിയെന്ന്. എടാ, അതെനിക്ക് അറിയാൻ പാടില്ലടാ. അകത്ത് കിടന്ന് ഞാനങ്ങനെ അവിടെ എത്തിയെന്ന്. അല്ല, അതെങ്ങനെ ആയിരിക്കും ഞാൻ അവിടെ എത്തിയേ? എന്നോടാണോ ചോദിക്കുന്നേ? രാത്രി മുഴുവൻ ഓടി നടന്നതിന് ശേഷം പാതിരാത്രി പപ്പയും കൊണ്ട് നിങ്ങൾ കയറി വന്നപ്പോ ഞാൻ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചല്ലേ? അല്ല, അത് ഭാമേ, അപ്പോഴും നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞില്ലല്ലോ. അത് ഭാമേ, അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അച്ഛൻ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. അത് അച്ഛൻ ഈ പുറത്തൊക്കെ രാത്രി ഇറങ്ങി നടക്കണതേ ഓർമ്മക്കുറവുകൊണ്ടാ. എടാ, നീ പറയുന്നൊരു അസുഖം എനിക്കില്ല. ചില സമയത്ത് പലതും ഓർക്കുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, അതെന്നെ ഇപ്പൊ അച്ഛന്റെ പ്രശ്നം. ഇനിയിപ്പോ അത് കൂടി വരുള്ളൂ അച്ഛ. ഇനിയിപ്പോ അത് കൂടിക്കഴിഞ്ഞാൽ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു പേടി. അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ടേ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. ഓ, നിന്റെ ഉപദേശത്തിന് നന്ദി. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് നിന്നെ തിരക്കി പോലീസിന് ഇവിടെ കയറ്റി ഇറക്കരുത്. മനസ്സിലായി? ഞാൻ ഇറങ്ങിപ്പോക്കോളാം. പക്ഷെ ഞാൻ നിരപരാധിയാ. എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് എന്റെ അമ്മയുടെ അച്ഛന്റെ മുന്നിൽ ഞാൻ വരും. അതുവരെ എന്നെ ഒരു ശത്രുവായിട്ട് കാണാതെ ഞാൻ പറഞ്ഞ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛൻ, ഞാൻ പോവാ. മക്കളെ, സുബേർക്ക, പോവാം. എടാ മോനെ, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. ഭാമേ, നമ്മുടെ മോൻ ഒരു പ്രാവശ്യം പോലീസ് ഇവിടെ കയറി ഇറങ്ങിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല.